ഒരു സ്കൂളിലെ പ്രിൻസിപ്പളുടെ ക്യാബിനിലേക്ക് കുട്ടികൾക്ക് പോകാൻ പാടില്ല. അദ്ദേഹം ബിസിയാണ്. അവിടെ ഇപ്പോൾ ഗസ്റ്റുകളുണ്ട്. അല്ലെങ്കിൽ എച്ച്.എമ്മിൻ്റെ റൂമിലേക്ക് പ്രവേശനമില്ല നിങ്ങൾക്ക്. ഇത് ഓഫീസാണ്, ഇവിടെ നിങ്ങൾക്ക് പ്രവേശനമില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ ആദ്യം ബുൾഡോസ് ചെയ്യേണ്ടത് ആ പ്രിൻസിപ്പൽസ് ക്യാബിനാണെന്നാണ് ഞാൻ പറയാം. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് സ്കൂളിലെ എല്ലാ സംവിധാനങ്ങളും. അത് പുതിയ ബോളാണ്, നിങ്ങളതെടുത്ത് കളിക്കരുത്, അത് നശിപ്പിക്കും നിങ്ങൾ. പുതിയ ബാറ്റാണ്, ആ ബാറ്റ് ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കരുത്, അത് അവർ കേടുവരുത്തും. IT ലാബിലേക്ക് പോകരുത്, ലൈബ്രറിയിലേക്ക് പോകരുത്, അവിടെ നിങ്ങൾ ബഹളം വെക്കും. ആ ടോയ്ലറ്റ് നിങ്ങൾ യൂസ് ചെയ്യരുത്. നോ 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 നോ, എല്ലാം അവർക്ക് ഇങ്ങനെ റിസ്ട്രിക്റ്റഡ് ആക്കിയിട്ട് വെക്കുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കുട്ടിയുണ്ടെങ്കിലേ IT ലാബിൻ്റെ ഉപയോഗമുള്ളൂ. കുട്ടികൾ കളിക്കുമ്പോഴേ ഗ്രൗണ്ടായി മാറുകയുള്ളൂ. കുട്ടിയുണ്ടെങ്കിലേ ക്ലാസ്സുള്ളൂ, ടീച്ചറുള്ളൂ. പ്രിൻസിപ്പളുടെ ക്യാബിനും ഒക്കെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. കുട്ടിയുണ്ടെങ്കിലേ അതിനൊക്കെ പ്രസക്തിയുള്ളൂ, അതിനൊക്കെ നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് കുട്ടികൾക്ക് പ്രവേശനമില്ലാത്ത എല്ലാം ആവശ്യമില്ലാത്തതാണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആവാം, പക്ഷെ റെസ്ട്രിക്ഷൻ വരരുത്. നോ എൻട്രി എന്ന ഒരു അവസ്ഥയുണ്ടാവരുത്. ഡിസിപ്ലിന് വേണ്ടി നമുക്ക് പരീക്ഷാ സമയങ്ങളിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ മുതിർന്നവർ മാത്രം പ്രവേശിക്കേണ്ട സ്ഥലമുണ്ടാവാം, സ്റ്റാഫ് പ്രവേശിക്കേണ്ട സ്ഥലമുണ്ടാവാം, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവാം. ടീച്ചേഴ്സിന് മാത്രം പ്രവേശിക്കേണ്ട സ്ഥലങ്ങൾ, അതൊക്കെ എന്ന് പറഞ്ഞാൽ കോൺഫിഡൻഷ്യൽ ഏരിയകളായി മാറുന്നത് അപ്പോൾ വാർഷിക പരീക്ഷയോ അല്ലെങ്കിൽ മത്സര പരീക്ഷകളോ ഒക്കെ നടക്കുമ്പോഴാണ്. സാധാരണ സമയത്ത് പ്രിൻസിപ്പളുടെ റൂമിലേക്ക് പോകാൻ പാടില്ല, പ്രിൻസിപ്പളോട് സംസാരിക്കാൻ പാടില്ല, ബുൾഡോസ് ഇറ്റ്. അങ്ങനെ സംസാരിക്കാൻ കയറാൻ പ്രവേശനം ഇല്ലാത്ത, അനുമതി ഇല്ലാത്തൊരു സ്ഥലം അവിടെ ആവശ്യമില്ല. അതാണ് ആദ്യം അവിടെ നിന്ന് എടുത്തു കളയേണ്ടത്. കുട്ടികൾക്ക് വേണ്ടിയാണെല്ലാം, അതെല്ലാവരും മനസ്സിലാക്കണം.